വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന് പറയുകയാണ് വള്ളിക്കുന്ന് നിയുക്ത MLA TV ഇബ്രാഹിം. മുസ്ലിം ലീഗ് കാലങ്ങളായി കൈവശം വെച്ചുപോരുന്ന വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ്. ലീഗ് ഇപ്രാവശ്യവും വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുകയാണ്. ലീഗ് എവിടെയും സമ്മർദ്ദ ശക്തിയാകാൻ പോകാറില്ല എന്നുകൂടി TV ഇബ്രാഹിം റിപ്പോർട്ടറിനോട് പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുമ്പോൾ മുസ്ലിം ലീഗിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതായത് പിന്നോക്ക പ്രദേശങ്ങളെയും പിന്നോക്ക ജനവിഭാഗങ്ങളെയും വിദ്യാഭ്യാസപരമായി പിന്തള്ളപ്പെട്ടു പോയ ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പ് തന്നെയാണ് സത്യത്തിൽ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായിട്ട് ഒരു സമൂഹത്തിൻ്റെ ഉന്നതിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മേഖലയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ലീഗ് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ കാലം മുതൽ ലീഗ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരിക്കൽ TN ജേക്കബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും മുസ്ലിം ലീഗാണ് വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് മുസ്ലിം ലീഗ് ഇപ്രാവശ്യവും വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കും എന്ന് തന്നെയാണ്. മുബഷീർ P. അക്ബറാണ് ചേരുന്നത്. മുബഷീർ, വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് വൈകാരികമായി തന്നെ കൊണ്ട് നടക്കുന്ന ഒരു വകുപ്പാണ്. ഒരുപക്ഷെ ഈ കോൺഗ്രസ് ഏറ്റെടുത്തേക്കും അല്ലെങ്കിൽ ഏറ്റെടുക്കണമെന്ന ആവശ്യമൊക്കെ വരുമ്പോഴാണ് ലീഗിന്റെ MLA മാരുടെയൊക്കെ പ്രതികരണം ഈ ഘട്ടത്തിൽ വരുന്നത്. മുബഷീർ, മുസ്ലിം ലീഗ് ലഭിക്കുന്ന വകുപ്പുകളിൽ വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് വിട്ടുകൊടുത്തുകൊണ്ട് മറ്റൊരു വകുപ്പ് ലീഗ് ഏറ്റെടുക്കുമെന്ന രീതിയിലുള്ള പ്രചാരണം ശക്തമായ ഘട്ടത്തിൽ കൂടിയാണ് ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവും നിയുക്ത MLA കൂടിയായിട്ടുള്ള TV ഇബ്രാഹിമിന്റെ പ്രതികരണം ഇപ്പോൾ പുറത്തുവരുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കുമെന്ന് വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ CH മുഹമ്മദ് കോയയുടെ കാലം മുതൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് തന്നെയാണ് കൈകാര്യം ചെയ്ത് പോന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല സാംസ്കാരികമായി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന വലിയ കർത്തവ്യം കൂടി ആ വകുപ്പ് കാലങ്ങളായിട്ട് നിർവഹിക്കുന്നുണ്ട്. CH മുഹമ്മദ് കോയയുടെ കാലം മുതൽ തന്നെ മുസ്ലിം ലീഗ് അങ്ങനെ നിർവഹിച്ചു പോരുന്നുണ്ട്. അതിനിടയിൽ TM ജേക്കബിന്റെ ഒരു കാലഘട്ടത്തിൽ ആ വകുപ്പ് കൈമാറിയിരുന്നെങ്കിലും തിരിച്ച് വീണ്ടും മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരുന്നു. സ്വാഭാവികമായിട്ട് ഇത്തവണയും മുസ്ലിം ലീഗ് തന്നെ ആ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ പ്രധാനപ്പെട്ട ഒരു പേര് കൂടിയാണ് TV ഇബ്രാഹിം. ആബിദ് ഹുസൈൻ തങ്ങൾ, TV ഇബ്രാഹിം, N ഷംസുദ്ദീൻ എന്നീ പേരുകളാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ലീഗ് പരിഗണിക്കുന്നത്. അതിനിടയിൽ കൂടിയാണ് ഇത്തരമൊരു പ്രതികരണം TV ഇബ്രാഹിമിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. വിനിത, ശരി, വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, ഏറ്റെടുക്കണമെന്നാണ് അഭിപ്രായം. ഇതിൽ പല കോണുകളിൽ നിന്ന് പലരുടെയും പേരുകൾ ഉയരുന്നുണ്ട്. പ്രഥമ പരിഗണന N ഷംസുദ്ദീൻ ആയിരിക്കും, മണ്ണാർക്കാട് MLA. അദ്ദേഹമാണ് സീനിയർ, അദ്ദേഹത്തിനായിരിക്കുമെന്ന് കരുതുന്നു. ഒപ്പം ഈ പറഞ്ഞതുപോലെ TV ഇബ്രാഹിമിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരുന്നത്. മുബഷീർ P. അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.